അസിഡിറ്റിക്കും ഗ്യാസിനുമൊക്കെ ഉള്ളൊരു വീട്ടുമരുന്നായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ഇതിന് 2 മെത്തേഡായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. 2 പാനീയങ്ങളാണ് കാണിക്കുന്നത്. ആദ്യത്തെ നമുക്ക് ഇതുപോലെ ഒരു 5-6 വെളുത്തുള്ളി എടുക്കാം, അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പില, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ജീരകം, ഒരു നുള്ള ഉപ്പ്, അത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഒരു 6 വെളുത്തുള്ളിയോളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം, അല്ല എങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. വെളുത്തുള്ളിക്കകത്ത് അല്ലുസിൻ എന്ന് വിളിക്കുന്ന ഒരു മനോഹരമായ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ വയറിന് ഒത്തിരി നല്ലതാണ്. ഇത് പച്ചയ്ക്ക് നമ്മൾ വെറും വയറ്റിലൊക്കെ ഇങ്ങനെ വെളുത്തുള്ളി കഴിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അസിഡിറ്റി കൂട്ടത്തേ ഉള്ളൂ. അസിഡിറ്റിയൊക്കെ ഉള്ളവർ, ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം ഉള്ളവർ ഒരിക്കലും വെളുത്തുള്ളി വെറും വയറ്റിൽ കഴിക്കരുത്. ഇനി നമ്മൾക്ക് ഇപ്പം ഞാൻ വെളുത്തുള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു സോസ് പാൻ ഞാനിപ്പോൾ ചൂടാകാം. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുന്ന ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സോസ് പാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം സോസ് പാൻ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ സോസ് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് വാടി വരണം. ഒന്ന് വാട്ടി കഴിക്കുകയാണ് നല്ലത്. വയറിൽ അസിഡിറ്റി ഉള്ളവർ അല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് വെളുത്തുള്ളി വാട്ടി കഴിക്കുന്നതാണ് നല്ലത്. നമ്മളുടെ പൂർവ്വികരൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടില്ലേ, വെളുത്തുള്ളി ചുട്ട് കഴിക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? വെളുത്തുള്ളി പണ്ടുള്ളവരൊക്കെ ഇതുപോലെ വയറിൽ ഗ്യാസൊക്കെ ഉണ്ടാകുമ്പോൾ വെളുത്തുള്ളി ചുട്ട് കഴിക്കുമായിരുന്നു. ആ ഒരു മെത്തേഡ് തന്നെയാണിത്. നമ്മളുടെ വെളുത്തുള്ളി പതുക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് ചൂടായി അതിൻ്റെ ഒക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളുടെ ജീരകം, പിന്നീട് നമ്മൾ ഇടുന്നത് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം ഇട്ടതിന് ശേഷം നമ്മൾക്ക് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. അതും നമ്മൾക്കൊന്ന് പൊട്ടി വരണം. നമ്മളുടെ ജീരകം ചൂടിൽ കിടന്ന് ഒന്ന് പൊട്ടണം. ജീരകത്തിന് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കും. അതുപോലെ ദഹനക്കേട് മാറ്റുന്നതിനും അസിഡിറ്റി കുറയ്ക്കുന്നതിനൊക്കെ ഒത്തിരി നല്ല ആണ് നമ്മളുടെ ജീരകം. പണ്ടുള്ള ആൾക്കാരൊക്കെ ജീരകവെള്ളം ഇട്ട് കുടിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ ജീരകവെള്ളം കുടിക്കുകയാണെങ്കിലും ജീരകം ഇതുപോലെ ഒന്ന് വറുത്ത് ഇട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. നമ്മളുടെ ഉദര സംബന്ധമായ ഏത് രോഗങ്ങൾക്കും, അതുപോലെ എപ്പോഴും ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഇതൊക്കെ. ഈ ജീരകവും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഒത്തിരി പോകരുത്. ഇതുപോലെ ഞാനിപ്പോൾ 1 ഗ്ലാസ് ഉള്ളതാണ് ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടിരിക്കുന്നത്. ഏതാണെങ്കിലും ഒത്തിരി കൂടിപ്പോയാൽ അത് നമ്മളുടെ വയറിന് ഗുണത്തിലേറെ ദോഷം ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ ജീരകം പൊട്ടി വരുന്നുണ്ട്, നിങ്ങൾ ഒച്ച കേൾക്കുന്നില്ല. ആ ഒരു സമയം നമുക്ക് ആ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആണെങ്കിലും നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. നമ്മളുടെ ശരീരത്തിന് പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് അതൊന്ന് ചൂടാക്കി ഈ 3 ഇൻഗ്രീഡിയൻസും ഒത്തിരി അങ്ങ് ചൂടാകരുത്. ചെറുതായിട്ട് ഒന്ന്, ജീരകമാണെങ്കിൽ നമുക്ക് പൊട്ടിക്കിട്ടും, മറ്റത് രണ്ടും ചെറുതായിട്ട് ഒന്ന് ചൂട് ആയാൽ മതി. അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയാൽ മതി. ആ ഒരു രീതിയിൽ നമുക്ക് ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളുടെ 3 ഇൻഗ്രീഡിയൻസും നമ്മളുടെ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു നേരം നമ്മളുടെ ആ 1 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇളക്കിയതിന് ശേഷം നമ്മൾക്കൊന്ന് മൂടി വയ്ക്കാം. അതൊന്ന് തിളയ്ക്കട്ടെ. അത് തിളച്ച് വരുന്ന സമയം പെട്ടെന്ന് തിളയ്ക്കും. നമ്മൾ കുറച്ച് വെള്ളമല്ലേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ആ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൂണും കൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാത്തിൻ്റെയും അതിലുള്ള സ്വത്ത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടണം. അതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം. അതുപോലെ തന്നെ എപ്പോഴും ഗ്യാസ് ട്രബിൾ, വയറിനകത്ത് വിട്ടുമാറാത്ത ഏമ്പക്കം, പൊളിച്ചത് കെട്ടില്ല, നെഞ്ചിന് ബുദ്ധിമുട്ട്, ഏത് ഭക്ഷണം കഴിച്ചാലും വയറിനകത്ത് കമ്പനം, ഇങ്ങനെയുള്ളതിനൊക്കെയാണല്ലോ നമ്മൾ ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കുടിക്കാവുന്നതാണ്. ഇപ്പം ഞാനത് തിളച്ച് വരുന്നുണ്ട് ഉണ്ടോ. ഇപ്പം ഞാൻ മൂടി വെച്ചു. ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് ഞാനത് ലോ ഫ്ലെയിം തിളച്ച് കഴിഞ്ഞ് ഞാനത് ഓഫ് ചെയ്തു. ഇത്രയും മതി.
നമ്മളുടെ ആ 1 ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആക്കി മാറ്റണം. അത്രയേ നമ്മളുടെ ഉദ്ദേശമുള്ളൂ. തിളപ്പിച്ച് നമ്മൾ ആ 1 ഗ്ലാസ് വെള്ളം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് അരിച്ച് എടുക്കാം. ഈ ഒരു ചായ എന്ത് വേണേലും ഒരു പാനീയം, ചായ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പാനീയം നമ്മൾക്ക് ഒരു കപ്പിലേക്കൊന്ന് അരിച്ചൊഴിച്ചതിന് ശേഷം ഒരു ലേശം, ഒത്തിരി ഇടരുത്, ഒരു ലേശം, ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്ന് ഇളക്കി കുടിക്കുമ്പോഴാണ് നമ്മളുടെ ഗ്യാസ് ട്രബിളിന് വളരെ ഇഫക്റ്റീവായി മാറുന്നത്. ഗ്യാസ് ട്രബിള് പലർക്കും പല വിധത്തിലാണ് ഉണ്ടാകുന്നത് അല്ലേ. ചിലർക്ക് വയറിന് വേദനയായിരിക്കാം, ചിലർക്ക് തലവേദനയായിട്ട് വരാം, ചിലർക്ക് ഛർദിൽ വരെ വരാം അല്ലേ. ചിലവർക്ക് മുതുകിന് വരെ വേദന വരും. അത് ഗ്യാസ് ഇങ്ങനെ പറയണ കേൾക്കാൻ ഗ്യാസ് ഉരുണ്ട് കയറി വന്നിരിക്കുന്നത് നമ്മളുടെ കാരണവന്മാരൊക്കെ പറഞ്ഞു. അതുപോലെ ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് ഗ്യാസ് വരാം. അപ്പോഴൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു പാനീയമാണിത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് എനിക്കും നേരത്തെ അറിയത്തില്ലായിരുന്നു. നമ്മളുടെ പൂർവികരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡായിരുന്നു ഇത്. പുതിയ മെത്തേഡല്ല കേട്ടോ, ഒരു പഴയ മെത്തേഡാണിത്. എന്നാലും നമ്മുടെ പുതിയ തലമുറയ്ക്കൊക്കെ ഇത് അറിയില്ലായിരുന്നു. ഞാനും കുറച്ച് നാളെ ആയാലും ഇതിങ്ങനെ ഉപയോഗിച്ച് കുടിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ കുടിച്ച് കഴിഞ്ഞപ്പോഴേ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി അടുത്ത മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ്, ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത മെത്തേഡ്, ഞാൻ 1 ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളവും നമുക്കെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചി അറിയാമല്ലോ, ഇഞ്ചി ചുക്ക ഒക്കെ വയറിന് ഒത്തിരി നല്ലതാണ്. നമ്മളുടെ ഇതുപോലെ ഗ്യാസ് കമ്പനൊക്കെ ഉള്ളപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയും ആ ഇഞ്ചിയും കൂടി നന്നായിട്ട് ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചതച്ചെടുക്കുകയോ അരിഞ്ഞെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് തോന്നുന്നു കൂടുതലും ചതച്ചിടുമ്പോഴാണ് അതിൻ്റെ ആ സത്ത് കൂടുതൽ ഇറങ്ങുന്നത്. ഞാനിപ്പോൾ ആദ്യം ഞാൻ അരിഞ്ഞാണ് ഇട്ടത്, ഇപ്പം ഞാൻ ചതച്ചിട്ടു. നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഇടികല്ലിൽ വെച്ച് നമ്മൾക്ക് ഇതുപോലെ ചതച്ചെടുക്കാം. എളുപ്പമല്ലേ. ചതച്ചതിന് ശേഷം നമ്മൾക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇഞ്ചിയും ചുക്കും ഒക്കെ വെളുത്തുള്ളിയുടെയൊക്കെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇഞ്ചിയും വയറിന് ഒത്തിരി നല്ലതാണ്, ഗ്യാസിന് ഒക്കെ വളരെ നല്ലതാണ്. ഉണ്ടോ. അങ്ങനെ ഞാൻ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തു. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു പാത്രം ചൂടാകാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കടുകാണ്. നേരത്തെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കടുകാണ്. നേരത്തെ നമുക്ക് ജീരകം പൊട്ടി വന്നതുപോലെ നമ്മൾ ചൂട് പാത്രത്തിലേക്ക് ഇടുമ്പോൾ നമ്മളുടെ കടുകും ഇതുപോലെ പൊട്ടി വരും. അത് ഇതുപോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. കടുക് ചെറുതാണെങ്കിലും അത് ഇതുപോലെ ഒത്തിരി ഗുണമുള്ള സാധനമാണ്. ആൾ ചെറുതാണെങ്കിലും അതിൻ്റെ ഗുണം ഒത്തിരി വലുതാണ്. നമ്മളുടെ വയറിൻ്റെ അസിഡിറ്റിക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഈ കടുക് വെള്ളം നമ്മൾ കുടിക്കുന്നത്. അത് കടുകിനോട് കൂട്ടത്തിൽ നമ്മളുടെ ആ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചേരുമ്പോൾ നമ്മളുടെ ഗ്യാസ് ട്രബിളൊക്കെ പമ്പ കിടക്കും. ഇതൊക്കെ നമ്മളെ ഇപ്പോൾ ഗ്യാസ് ട്രബിളിൻ്റെ 2 പാനീയങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ആദ്യം നമുക്ക് ഗ്യാസ് ട്രബിൾ വരുമ്പോൾ നമ്മൾ പരീക്ഷിച്ച് നോക്കണം. ഈ ഒരു ഇപ്പം നമുക്ക് കണ്ടോ നമ്മളുടെ ആ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഈ മെത്തേഡൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് രണ്ടും കൂടി ഒരുമിച്ച് പരീക്ഷിച്ച് നോക്കണമെന്നല്ല, ഓരോന്ന് നമ്മൾ എപ്പോൾ ഗ്യാസ് തോന്നണോ അപ്പം നമ്മൾ ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഗ്യാസ് നമ്മൾക്ക് നന്നായിട്ട് നമ്മൾക്ക് ഏമ്പക്കമൊക്കെ പോയി ഗ്യാസൊക്കെ പോയി നമ്മളുടെ വയറ് നല്ല സുഖമാകും. കണ്ടോ, ഞാൻ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അടുത്തതുപോലെ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് തിളച്ച് കിട്ടണം. തിളച്ച് ആ 1 ഗ്ലാസ് എന്നുള്ളത് വറ്റി അര ഗ്ലാസ് ആകണം. അതിനായിട്ട് തന്നെ ഞാനത് മൂടി വെച്ചു. ഇനി അത് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ എപ്പോൾ ഗ്യാസ് തോന്നുന്നോ ആ സമയം നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാം. നമ്മൾക്ക് ഇന്ന സമയമൊന്നുമില്ല.
ഇത് ഞാൻ കുടിച്ചിട്ട് എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരുന്നത്. ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് മാത്രം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകാവുള്ളൂ ഇനി ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിന്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് അത് തിളച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നമ്മൾക്ക് ചെറു ചൂടോടെ കുടിക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആദ്യം കാണിച്ച മെത്തേഡ് ഏതെങ്കിലും നിങ്ങൾക്ക് ഈ ഗ്യാസ് ട്രബിളൊക്കെ വരുമ്പോഴേ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് പരീക്ഷിച്ചിട്ട് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്യാസൊക്കെ മാറി വയറ് നല്ല സുഖമാകും. എന്നിട്ട് വേണം ഇത് പരീക്ഷിച്ചിട്ട് രക്ഷയില്ലെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഓക്കേ.